ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലയിൽ നിന്ന് മാറ്റി. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് കേസ് പരിഗണിക്കുന്ന ജഡ്ജിമാരിൽ യശ്വന്ത് ശർമ്മയുടെ പേരും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ഒഴിവാക്കിയത്. അതേസമയം സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാനാണ് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ തീരുമാനം. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാനും ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനുമാണ് വിദഗ്ധരുടെ സഹായം തേടുന്നത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച ആഭ്യന്തര സമിതി അന്വേഷണം തുടരുകയാണ്. മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക സമിതി തയ്യാറാക്കി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയിൽ നിന്ന് സമിതി വിശദീകരണം തേടും. തീപിടുത്തമുണ്ടായെന്ന വിവരം അറിഞ്ഞെത്തിയ പോലീസ് കോൺസ്റ്റബിൾമാർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ആദ്യം പറയുകയും പിന്നീട് മാറ്റിപ്പറയുകയും ചെയ്തത് എന്തിനെന്ന് ഫയർഫോഴ്സ് മേധാവി സമിതി മുൻപാകെ ബോധിപ്പിക്കേണ്ടി വരും. ഡൽഹി പോലീസ് കമ്മീഷണറുടെ മൊഴിയും രേഖപ്പെടുത്തും. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയത് പോലീസാണ്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയും സമിതിക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടും. 6 മാസത്തെ ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായവും ഉറപ്പാക്കും. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് വൈകാനാണ് സാധ്യത. അതേസമയം കൊളീജിയവുമായി കൂടിയാലോചിക്കാതെയാണ് ചീഫ് ജസ്റ്റിസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. എന്നാൽ അന്വേഷണം പൂർത്തിയാകും മുൻപേ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന അഭിപ്രായമാണ് കൊളീജിയത്തിലെ 2 അംഗങ്ങൾക്കെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.